ഇന്ന് ജനുവരി 10, 2026. വെനസ്വേലൻ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യൻ റിഫൈനർമാർക്ക് അനുമതി നൽകിയതായി വൈറ്റ് ഹൗസ്. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അടുത്തയാഴ്ച ബെയ്ജിംഗ് സന്ദർശിക്കും. അവസാനമായി ഒരു കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ചൈന വിസിറ്റ് ചെയ്തത് 2017 ഡിസംബറിൽ ആയിരുന്നു. ഇറാനിൽ പ്രക്ഷോഭകർക്കെതിരെ സൈന്യവും പോലീസും നടത്തിയ വെടിവയ്പിൽ 65 പേർ കൊല്ലപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. സ്ഥിതിഗതികൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഗ്രീൻലൻഡുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞങ്ങൾ ഗ്രീൻലൻഡ് ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഞങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഗ്രീൻലൻഡ് ഏറ്റെടുക്കും. റഷ്യയോ ചൈനയോ ഞങ്ങളുടെ നെയ്ബറായിട്ട് വരുന്നതിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും നോബൽ പീസ് പ്രൈസ് ജേതാവുമായ മറിയ കൊറീന മച്ചാദോ അടുത്തയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ അമേരിക്കയിലെത്തും. വിജയിയുടെ പാർട്ടി പ്രചാരണ വാഹനം CBI പിടിച്ചെടുത്തു. കസ്റ്റഡിയിലെടുത്തത് കരൂർ ആൾക്കൂട്ട ദുരന്തം അന്വേഷിക്കുന്ന അന്വേഷണ സംഘം. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് തന്ത്രി കണ്ഠര് രാജീവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയെ പ്രതി ചേർത്തത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയെന്ന് രാഹുൽ ഈശ്വർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഇലക്ഷൻ ക്യാമ്പയിൻ ആണെന്നും വിമർശനം. ഭരണപരമായ വീഴ്ചയുടെ പേരിൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം അധികാരമുള്ള തന്ത്രിയെ ബലിയാടാക്കി CPM-നെതിരായ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അനുഭവിച്ച യാതനകളും പീഡനങ്ങളും തുറന്നു പറഞ്ഞ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസിലെ അതിജീവിത. 13 തവണ താൻ പീഡനത്തിന് ഇരയായെന്നും കൈകളും കാലുകളും കെട്ടപ്പെട്ട നിലയിലാണ് തന്റെ ജീവിതമെന്നും കുടുംബത്തെയും കന്യാസ്ത്രീകളെയും കള്ളക്കേസിൽ കുടുക്കാൻ നോക്കിയെന്നും സുപ്രീം കോടതി വരെ താൻ നീതിക്കായി പോരാടുമെന്നും സിസ്റ്റർ പറഞ്ഞു.